അലീന, പൂച്ച ഇപ്പോഴും ചവറി തന്നെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടില്ല. പക്ഷെ പൂച്ച ചാടുന്നതിന് മുമ്പ് മുത്തശ്ശിയോട് 2 വാക്ക് എനിക്ക് ചോദിക്കാനുണ്ട്. ആദ്യം തന്നെ, മുത്തശ്ശി, എന്തോ ഔട്ടായാൽ ഞങ്ങളോട് ദേഷ്യം തോന്നരുത്. ഇല്ല സാറേ. സന്തോഷമല്ലേ മോൾ ഇത്രയും ദൂരം കോമ്പറ്റീഷനിൽ വന്നതിൽ? സന്തോഷം തന്നെ. സന്തോഷം തന്നെ. മുത്തശ്ശി എടുത്ത എല്ലാ എഫേർട്ടിനും ഒരുപാട് 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 നന്ദിയുണ്ട്. തീർച്ചയായിട്ടും മോൾ ഔട്ടായി പോയാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മുത്തശ്ശിയുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഞങ്ങളുടെ പേര് വേണം, ആ അനുഗ്രഹവും വേണം ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ മോളുടെ റിസൾട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. ബിൻഹ എഗെയിൻ നമ്മുടെ വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ. നമുക്കും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് പ്രസൻസ് കൊണ്ടും നല്ല സിംഗിങ് കൊണ്ടും നമ്മളെ ബ്ലെസ് ചെയ്തിട്ടുള്ള ഒരു സിംഗറാണ്. ബിൻഹയുടെ പ്രീവിയസ് സ്കോർ ആയിരുന്നത് 364.5 ആണ്. പ്ലസ് സെമി ക്ലാസിക്കലിൽ മോള് സ്കോർ ചെയ്തിട്ടുള്ളത് 91 ആണ്. മോള് പാടിയ വടമനോഹരമായൊരു ഗാനം രവീന്ദ്ര മാസ്റ്റർ കമ്പോസ് ചെയ്ത പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം അല്ലേ? മോൾക്ക് തന്നെ അറിയാം, ബിക്കോസ് യുവർ നെറ്റ് സ്കോർ ഇസ് 455.5 ആൻഡ് ഞാൻ സോറി എന്നൊന്നും പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ? സോ ബിൻഹ, ITL വേൾഡ് ജൂനിയർ ഐഡൽ സെമി ഫൈനൽ ഘട്ടത്തിൽ നിന്ന് മോള് വിടവാങ്ങുകയാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങളോടൊപ്പം കോമ്പീറ്റ് ചെയ്ത് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ബിൻഹയ്ക്ക് ഒരു വലിയ റൗണ്ട് ഓഫ് ഹാൻഡ്സ്, എസ്പെഷ്യലി ടു ഹർ പേരൻസ്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും മോളെ എൻകറേജ് ചെയ്യുന്നതിൽ. ബിക്കോസ് ഞാൻ ടു ബി വെരി ഓണസ്റ്റ്, മോളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വാസ് വെരി ഗുഡ്. ഞങ്ങൾ മോൾക്ക് സെലക്ഷൻ കിട്ടിയിട്ട് മോളുടെ ഫസ്റ്റ് പെർഫോമൻസ് ഇറ്റ് സെൽഫ് വാസ് വെരി ബ്രൈറ്റ്. കണ്ണോട് കണ്ണോരം അല്ലേ മോളുടെ യാത്രയിൽ അസാധ്യമായിട്ട് മോള് പാടി. അതിനുശേഷവും ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചു. ഇതുവരെ മോൾ എത്തിയത് മോളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഞാൻ ഈ 9 കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എല്ലാവരും വെച്ചുകൊണ്ട് തന്നെയാണ് പറയണത്. ഏറ്റവും പ്രോംപ്റ്റായിട്ട് പാട്ട് വൃത്തിയായിട്ട് പഠിച്ചു വരുന്നത്, ഒരു കംപ്ലയിൻസ് ഇല്ലാതെ പഠിച്ചു വരുന്ന കുട്ടിയാണ് ബിൻഹ. ആദ്യം നമ്മളൊരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളികളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല, അത്രയും പ്രോംപ്റ്റ് ആയിരുന്നു. ഇറ്റ്സ് എ ബിഗ് ക്വാളിറ്റി. അതായത് ഏൽപ്പിക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. നമ്മുടെ പ്രേക്ഷകരോടും ജഡ്ജസിനോടും പറയാനുള്ള കാര്യങ്ങൾ. സെമി ഫൈനൽസിലൊന്നും എത്തുമെന്ന് വിചാരിച്ചില്ല, അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയണം. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ദേവദാസ് ചേട്ടനും അഭിലാഷ് ചേട്ടനും പിന്നെ ജയ്ഹിന്ദിൻ്റെ ഫുൾ ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി. പിന്നെ ജഡ്ജസിന്. ഇനി റിമി, ബിൻഹയോട് എല്ലാവിധ ആശംസകളും മോളെ. ഏറ്റവും വലിയ സന്തോഷം ഈ ഒരു റിസൾട്ട് കേട്ടപ്പോഴൊക്കെ ഷോക്കായിട്ട് മുഖം വെച്ച് കാണിക്കാത്ത മോളുടെ അച്ഛനെയും അമ്മേനാണ് എനിക്ക് ഏറ്റവും വലിയ അഭിനന്ദിക്കാൻ തോന്നുന്നത്. അവർ ഭയങ്കര പതിവിലും ഇത്ര സന്തോഷമായിട്ട് അവരെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ എലിമിനേഷനിൽ വരുമ്പോൾ നമ്മളെപ്പോഴും ഡ്രസ്സിങ് പോലും എല്ലാ കുട്ടികളും ഏറ്റവും സിമ്പിളാക്കാൻ നോക്കും. കാരണം വിട പറയുന്നതാണെങ്കിൽ വേണ്ട, ഞാനായിട്ട് ഇത്ര സുന്ദരിയായിട്ട് ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് ബിൻഹ വന്നിട്ടില്ല. ആ ഒരു പോസിറ്റീവായിട്ട് എടുക്കണം ഏത് കാര്യവും കേട്ടോ. വരുന്നോടത്ത് വെച്ച് കാണാം അല്ലേ അമ്മിടിക്ക്. താങ്ക് യു ഫോർ യുവർ such a big participation and such a wonderful singing on the stage. God bless you. തീർച്ചയായിട്ടും ഒരുപാട് നല്ല അവസരങ്ങൾ മോളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വെറും വാക്കല്ല, ബിക്കോസ് ഓൾ ഓഫ് യു ആർ സോ ടാലന്റഡ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ മറ്റൊരു വലിയ നിലയിൽ നിങ്ങളെ മറ്റൊരു പ്രൊഫഷണൽ സിംഗേഴ്സായിട്ടോ എന്തെങ്കിലും മ്യൂസിക്കലി അക്കംപ്ലിഷ്ഡ് ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾ കാണുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ തൽക്കാലം വിടവാങ്ങുന്ന ബിൻഹയ്ക്ക് മെമെന്റോ ആസ് വെൽ ആസ് ജയ്ഹിന്ദ് TV നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനിക്കുന്നതിനായി ശ്രീ വിജി ബാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, Binha. God bless you with all the fortunes. ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും. All the best, Malay. Please join your family. चाहे तुम कुछ ना कहो, मैंने सुन लिया कि साथी प्यार का मुझे चुन